ഒടുവിലത്തെ രക്ഷ മമതാ ബാനർജിക്ക് കോടതിയായിരുന്നു. ഇപ്പോൾ കോടതിയിൽ നിന്നും പറഞ്ഞിരിക്കുന്നു, നിങ്ങളല്ല പ്രതിപക്ഷ നേതാവ്, ഇല്ലെങ്കിൽ നിങ്ങൾക്കല്ല അതിനുള്ള അവകാശം, അത് ഋതുപ്രതാപ് ബാനർജിക്ക് തന്നെയാണ്. അദ്ദേഹം തന്നെയാണ് ബംഗാളിൻ്റെ പ്രതിപക്ഷ നേതാവ്. അതിനെ ചോദ്യം ചെയ്യാനുള്ള അവകാശം പോലും മമതാ ബാനർജിക്കില്ല. അതിൻ്റെ കാര്യങ്ങളെല്ലാം നീട്ടിവെച്ചു, അടുത്ത ആഴ്ച പിന്നെ പരിഗണിക്കാമെന്ന് പറഞ്ഞു. അതുമാത്രവുമല്ല, ബാങ്കുകളിൽ പോലും മമതാ ബാനർജിക്ക് ചില്ലിക്കാശ് എടുക്കാനുള്ള നിവൃത്തി പോലും ഇല്ല. പാർട്ടി അക്കൗണ്ടുകൾ വരെ വിമതന്മാർ പൂട്ടിക്കെട്ടി സീൽ ചെയ്തു എന്നുള്ള അവസ്ഥയിലാണ്. ഇനി മമതാ ബാനർജിയുടെ അവസാന അടവ് ആയുധവും തീർന്നില്ലേ, ഇനി എന്ത് ചെയ്യാൻ പറ്റും? മമത ആയതുകൊണ്ട് നമുക്കങ്ങനെ തള്ളിപ്പളയാൻ പറ്റത്തില്ല. കാര്യം മമത ഏത് നാടകീയമായ പിന്നെ മുഹൂർത്തങ്ങളും സൃഷ്ടിക്കാൻ ശേഷിയുള്ളൊരു വ്യക്തിയാണ്. പക്ഷേ അവരുടെ ഒരു സ്റ്റോക്കെല്ലാം തീർന്നു പോയോ എന്നൊരു സംശയം കൂടെ വരുന്നുണ്ട്. കാര്യം ഇപ്പം മമതാ ബാനർജി ഇപ്പം നേരിടുന്നൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ തൃണമൂൽ കോൺഗ്രസ് ഇല്ലാണ്ടാവുന്നു. അതോടൊപ്പം തന്നെ മമതാ ബാനർജിയുടെയും രാഷ്ട്രീയ പ്രസക്തിയും ഇല്ലാതാവുക ചെയ്യുന്നു. ഉദാഹരണത്തിന് ഈ സമീപകാലത്ത് പോയി സോണിയാഗാന്ധി കെട്ടിപ്പിടിച്ചു അല്ലേ? ഇടക്കാലത്ത് നമുക്കുണ്ടായിരുന്ന അല്ലെങ്കിൽ ദേശീയ തലത്തിലുണ്ടായിരുന്നൊരു ധാരണ എന്ന് പറഞ്ഞാൽ മമതയെ ഈ ഇന്ത്യ മുന്നണിയുടെ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരണം. അത് അങ്ങനെയൊക്കെയുള്ള ചിന്ത വരാൻ കാരണം ഇവരുടെ പിന്നിൽ തൃണമൂൽ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ശക്തിയും അവരുടെ പാർലമെൻറ്റിലെ 28 അംഗങ്ങളുടെ സാന്നിധ്യവും രാജ്യസഭയിലെ സാന്നിധ്യവും ദേശീയ രാഷ്ട്രീയ മണ്ഡലത്തിൽ മമതയ്ക്കുണ്ടായിരുന്ന ഒരു സ്ഥാനം എന്ന് പറയുന്നത് ഈ തൃണമൂൽ കോൺഗ്രസ് ആയിരുന്നു. ആ തൃണമൂൽ കോൺഗ്രസ് ഇപ്പോൾ എന്തായി? തൃണമൂൽ കോൺഗ്രസ് വേറെയും മമത ഒറ്റയ്ക്കുമാവുന്നൊരവസ്ഥയിലേക്ക്. ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് ഇപ്പോൾ എം പിമാരിൽ 20 MP പിന്നെ NCPIയിലേക്ക് ലയിച്ച് അവർ പ്രത്യേക ബ്ലോക്കായിട്ട് ഇരിക്കാനായിട്ട് ആവശ്യപ്പെടുകയും അവർ NDAയോട് ചേർന്ന് പ്രവർത്തിക്കാനായിട്ട് തീരുമാനിക്കുന്നു. ഇനി ബംഗാളിലേക്ക് വരുമ്പോഴത്തേക്ക് 80 TMC MLAമാരിൽ തൃണമൂൽ കോൺഗ്രസ് MLAമാരിൽ 60 പേരും കൂടെ ചേർന്നിട്ട് സുവേന്ദു ഋതുപ്രതാപ് ബാനർജിയെ പ്രതിപക്ഷ നേതാവാക്കുകയും സ്പീക്കർ അത് അംഗീകരിക്കുകയും ചെയ്തു അല്ലേ? അപ്പോൾ ഇതാണ് ഇപ്പോൾ നിലവിലുള്ള സാഹചര്യം. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം തന്നെ പ്രിയൻ പറഞ്ഞതുപോലെ കോടതിയിൽ നിന്നും മമതയ്ക്ക് ഒരു തിരിച്ചടി കിട്ടിയിരിക്കുന്നു. വേണമെങ്കിൽ ഇനി അടുത്ത ഇതിലേക്ക് പോവാം, സുപ്രീം കോടതിയിലേക്ക് പോവാം. പക്ഷേ അവിടെ പോയിക്കഴിഞ്ഞാലും ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് തൃണമൂൽ കോൺഗ്രസ് മമതയുടെ കയ്യിൽ നിന്ന് പോയി. ഇനിയിപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ മമത വന്നു കഴിഞ്ഞാലും മമതയുടെ പേര് മാത്രമേ ഉള്ളൂ. രാഷ്ട്രീയമായിട്ട് ഒരു മുന്നണി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ശക്തിയില്ല. കാര്യം രാഷ്ട്രീയമായിട്ട് അണികളുണ്ടാകുമ്പോഴാണല്ലോ നേതാക്കൾക്ക് ശക്തി ഉണ്ടാവുക അല്ലേ? അല്ലാതെ എത്ര വലിയ ടവറിങ് പേഴ്സണാലിറ്റി ആണെങ്കിലും അണികൾ പിന്നിലില്ല എന്നുണ്ടെങ്കിൽ വലിയ കാര്യമില്ല. അപ്പോൾ ആ ഒരു രാഷ്ട്രീയമായ ശൂന്യതയിലേക്ക് മമതാ ബാനർജി എത്തപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് അവരുടെ കഴിഞ്ഞ കാലത്തെ 15 വർഷത്തെ പ്രവർത്തനം തന്നെയായിരുന്നു. ഗുണപരമായ ഒരു പൊളിറ്റിക്കൽ ചേഞ്ച്, ഒരു സോഷ്യൽ എൻജിനീയറിങ്ങോ അതല്ല ഒരു രാഷ്ട്രീയമായ ഒരു സമീപനം നടപ്പിലാക്കാനോ ഒന്നും മമത ശ്രദ്ധിച്ചില്ല. മമത അധികാരത്തിലിരിക്കുക എന്നുള്ളൊരു നിലപാട് ശ്രദ്ധിച്ചു. അതോടൊപ്പം തന്നെ എങ്ങനെ വോട്ട് വർദ്ധിപ്പിക്കാം എന്നുള്ളതിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അങ്ങനെ ഒരു പ്രത്യേകതരം രാഷ്ട്രീയം, ഇപ്പം CPM അവശേഷിപ്പിച്ചിട്ട് പോയ ഒരു അക്രമ രാഷ്ട്രീയ പാരമ്പര്യത്തെ അതേപടി ഏറ്റെടുത്ത് കൂടുതൽ അക്രമ സ്വഭാവവും ഗുണ്ടാ പ്രവർത്തനവും കൂടെ കലർത്തിയപ്പോഴാണ് TMC അവിടെ വികസിച്ചു വന്നത്. അപ്പോൾ അങ്ങനെയാണ് ഫ്രാഞ്ചൈസി പൊളിറ്റിക്സ് എന്ന് പറയുന്ന പൊളിറ്റിക്സ് ബംഗാളിൽ പ്രസിദ്ധമായത്. അതായത് ഏതെങ്കിലും ഒരു പ്രദേശത്താണെങ്കിൽ ആ പ്രദേശത്ത് ഒരു ഗുണ്ടയെ അങ്ങോട്ട് ഏൽപ്പിക്കുക, പിന്നെ ആ ഗുണ്ട നിശ്ചയിക്കുക അവിടുത്തെ കാര്യങ്ങളല്ല. ആ ഗുണ്ട പറയുന്നവർക്ക് അപ്പുറത്താക്കി ആർക്കും അവർക്ക് വോട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു ഫ്രാഞ്ചൈസി പൊളിറ്റിക്സ് നടപ്പിലാക്കി അവസാനം അതും എന്തായി? തകർന്ന് തരിപ്പണമായി. ഇപ്പോൾ ഗുണ്ടകളെ ഓരോരുത്തരെ അടിവസ്ത്രം ഇടിച്ച് റോഡിൽ നടത്തിക്കൊണ്ടുപോയി അപ്പോൾ അറസ്റ്റ് ചെയ്ത് നടത്തിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അപ്പോൾ ബംഗാളിലെ തൃണമൂൽ കോൺഗ്രസ് ഇല്ലാണ്ടായിരിക്കുന്നു. അതോടൊപ്പം തന്നെ ദേശീയ തലത്തിലും ഏതാണ്ട് അവസ്ഥ നേരിടുന്നു. ഇപ്പോൾ കോടതിയിൽ നിന്ന് ഈ തിരിച്ചടി വന്നിരിക്കുന്നു. അതോടൊപ്പം തന്നെ അവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥ, വിമതന്മാർ പിടിച്ചടക്കിയെന്ന് തന്നെ പറയാം. അതെ. അപ്പോൾ ഇങ്ങനൊരു സാഹചര്യത്തിൽ മമതയ്ക്ക് ഇനി ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാമെന്നിരിക്കട്ടെ, അതല്ലെങ്കിൽ തൃണമൂലിൽ നിന്ന് വികസിപ്പിക്കണം. എന്താണ് മുമ്പിലുള്ള വഴി? ദിസ് ഇസ് സിമ്പിൾ ക്വസ്റ്റ്യൻ. അതെ. ഇപ്പം മോഡിക്കെതിരെ ശക്തമായി പ്രതികരിച്ചു കഴിഞ്ഞാൽ ഈ തൃണമൂലിലേക്ക് ആൾക്കാർ കൂടുമോ? അതല്ലെങ്കിൽ NDA മുന്നണിക്കൊരു സർവ്വസ്വീകാര്യമായ ഒരു നേതാവായിട്ട് തോന്നുമോ?
രാഹുൽ ഗാന്ധിയുടെ മുകളിലേക്ക് കൊണ്ടുവരാൻ പറ്റിയ നേതാവാണോ? ഇനി അതല്ല, പിന്നെ മമതാ ബാനർജി കോൺഗ്രസിൽ ലയിക്കുകയാണെന്നിരിക്കട്ടെ, അങ്ങനെ ഇടയ്ക്ക് അഭ്യൂഹങ്ങളുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ കോൺഗ്രസിൽ ലയിക്കാനായിട്ട് കൂടെ നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഇപ്പം മെഹുവ ഉണ്ട്, സാഗരിക, ഇങ്ങനെയൊക്കെയുള്ള ചില ദേശീയ പ്രാധാന്യം അല്ലെങ്കിൽ ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന വനിതാ നേതാക്കന്മാരൊക്കെ കൂടെ ഉണ്ട്, ഇല്ലയെന്ന് പറയുന്നില്ല. പക്ഷേ കോൺഗ്രസിൽ ലയിച്ചാൽ പോലും കോൺഗ്രസിൻ്റെ അവസ്ഥ എന്താണ്? കോൺഗ്രസിനും ഈ പറഞ്ഞ പോലെ രാഹുൽ ഗാന്ധി കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട്, ഈ യങ്സ്റ്റേഴ്സിനെ കൂടെ കൂട്ടാനായിട്ട്. ഇപ്പം തന്നെ ഈ CJPയുടെ വരവോടുകൂടി, കോക്രോച്ച് പാർട്ടിയുടെ വരവോടുകൂടി ഇപ്പോൾ പെട്ടെന്ന് ചെറിയ അറ്റൻഷൻ ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഈ ജെൻസിയിലേക്കും ജൻ ആൽഫയിലേക്കൊക്കെ ശ്രദ്ധ തിരിച്ചിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ കൺവെൻഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ എക്സാം എഴുതുന്ന ഈ കോമ്പറ്റിറ്റീവ് എക്സാം എഴുതുന്ന കുട്ടികളുടെ കൺവെൻഷൻ ഇന്നലെ എനിക്ക് തോന്നുന്നു രാജസ്ഥാനിൽ നടത്തി. അങ്ങനെ പല ഭാഗത്തു നിന്ന് നടത്താനൊക്കെ ഉദ്ദേശിക്കുന്നുണ്ട്. ഇതെല്ലാം ഈ CJPയുടെ കോക്രോച്ചിൻ്റെ ആ ഒരു ട്രെൻഡ് കണ്ടിട്ട് ആ ട്രെൻഡ് തിരിച്ച് ഇപ്പം പ്രതിപക്ഷത്തെ കൊണ്ടുവരാൻ ശ്രമിക്കുമെന്ന് നോക്കുക, നടക്കത്തില്ല. കാരണം കോൺഗ്രസ്സിന് പുതുതായിട്ടൊരാശയം മുമ്പോട്ട് വയ്ക്കാൻ പറ്റുന്നില്ല, ആൾക്കാരെ ആകർഷിക്കാൻ പറ്റുന്നില്ല, യുവാക്കളിൽ ഒരു പ്രതീക്ഷ നിക്ഷേപിക്കാൻ സാധിക്കുന്നില്ല. അതിൻ്റെ കാരണം യുവാക്കൾക്കൊരു പ്രതീക്ഷ അർപ്പിക്കാൻ പറ്റുന്ന നേതൃത്വം ഇവിടെയില്ല. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം അപര്യാപ്തമാണ്. കാരണം വളരെ സഹതാപം തോന്നുന്ന സന്ദർഭങ്ങളിലേക്ക് രാഹുൽ ഗാന്ധി ഒരു നേതാവെന്ന നിലയിൽ പോകുന്നുണ്ട്. അപ്പോൾ ഒരു കോൺഗ്രസ്സിലൂടെ ഒരു പ്രതീക്ഷ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് മമതാ ബാനർജി ഇപ്പം നാളെ കോൺഗ്രസ്സിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ കോൺഗ്രസ്സിനൊരു അധിക ഭാരം കൂടിയാകും എന്നുള്ളതല്ലാതെ ഒരു മെച്ചവും അതുകൊണ്ടുണ്ടാകാൻ പോകുന്നില്ല. പിന്നെ ഇപ്പോൾ ഇന്ത്യ മുന്നണിയുടെ അവസ്ഥ എടുത്ത് നോക്കുക. ഇപ്പോൾ അഖിലേഷ് യാദവിൻ്റെ ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ട് പ്രകാരം അഖിലേഷ് യാദവും ഈ പോച്ചിങ്, അതായത് BJPയുടെ MLA പിടുത്തത്തിനകത്ത് അഖിലേഷ് യാദവിൻ്റെ MLAമാരും ആ വലയിൽ വീണിട്ടുണ്ടെന്നാണ് ഏറ്റവും ഒടുവിൽ കിട്ടുന്ന റിപ്പോർട്ട്. അപ്പോൾ ഇങ്ങനെ പ്രതിപക്ഷം തന്നെ ശിഥിലമായിരിക്കുന്ന, വളരെ ദുർബലമായിരിക്കുന്ന ഒരവസരത്തിൽ ആ ദുർബലമായ പ്രതിപക്ഷത്തിൻ്റെ ഒരു വളരെ ശുഷ്കമായ അണികളോട് കൂടിയാണ് ഇപ്പം മമതാ ബാനർജിയോടെ വന്നിരിക്കുന്നത്. അപ്പോൾ മമതാ ബാനർജിക്ക് വയസ്സ് 71 പഴയ ആ ഒരു പോരാട്ട വീര്യമൊക്കെ അതുപോലെയൊക്കെ തന്നെ ഉണ്ട്. പക്ഷെ എന്നാലും പ്രായം ഒരു ഘടകമാണ് അല്ലേ? അപ്പോൾ ഇത്തരം ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഒരു ചരിത്രത്തിൻ്റെ ഭാഗമായി പിൻവാങ്ങുന്ന ഒരു കാഴ്ചയാണ് മമതാ ബാനർജിയിലൂടെ കാണുന്നത്. ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു ഈ ദില്ലിയിലെ സ്പ്ലിറ്റ്, അതല്ലെങ്കിൽ ഈ വെസ്റ്റ് ബംഗാളിൽ ഈ ഋതബ്രത, അതായത് ആദ്യം മീറ്റിംഗ് വിളിച്ചല്ലോ, തൃണമൂൽ കോൺഗ്രസിൻ്റെ മീറ്റിംഗ് മമതാ ബാനർജി വിളിച്ചു. അതിനകത്ത് എത്ര പേരാണ് പങ്കെടുത്തത് ആദ്യത്തെ മീറ്റിങ്ങിൽ? എത്ര 20 താഴെ കണ്ട് പങ്കെടുത്തുള്ളൂ സാർ. അപ്പോൾ അതോടുകൂടി തന്നെ മമതാ ബാനർജിയുടെ ആത്മവിശ്വാസം ബംഗാളിൽ നഷ്ടപ്പെടുകയാണ് ചെയ്തത്. ഈ 60 പേര് ഈ പറഞ്ഞ കൂറുമാറി പെട്ടെന്ന് മമതാ ബാനർജി നിശ്ചയിച്ചിരുന്ന ശോഭൻ ദേവ് ചതോപാധ്യായ, അദ്ദേഹത്തിന് പേരായിരുന്നവർ നിർദ്ദേശിച്ചത്, അത് പിന്തള്ളിക്കൊണ്ട് ഋതബ്രത ബാനർജിയെ അവിടെ പ്രതിപക്ഷ നേതാക്കുന്നു. അപ്പോൾ ഇത് നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു വളരെ പാർലമെൻറ്റിലെയൊക്കെ ഭയങ്കര തീപ്പൊരി നേതാവായിരുന്നു ആര്? ഈ മമതാ ബാനർജി. ഇപ്പോഴും തീപ്പൊരിക്കൊന്നും കുറവില്ല. ഈ അവസാന നാളുകളിൽ നമ്മൾ കണ്ടതാണ്, പരസ്യമായിട്ട് ഈ പറഞ്ഞതുപോലെ ജാഥ നടത്തുകയും ഹൈക്കോടതിയിൽ കോട്ടിട്ടുകൊണ്ട് പോവുകയും ഒക്കെ ചെയ്യുന്ന ആ ഒരു സംഗതികൾക്ക് ഒന്നും യാതൊരു കുറവ് പറ്റിയിട്ടില്ല. പക്ഷേ അതിനൊക്കെ എന്തോ ഒരു സ്റ്റാർ വാല്യൂ കുറഞ്ഞു. അതാണ് പറഞ്ഞത്. ഇത് അവരുടെ ആ ഒരു കരിസ്മ എന്നൊരു സാധനം ഉണ്ടായിരുന്നു. മമതാ ബാനർജി ഇതുവരെ ആൾക്കാരെ പിടിച്ചുകൊണ്ട് ഒറ്റയ്ക്കാണ്. അത് നമ്മൾ ചെറുതായിട്ട് കാണരുത്. കാരണം കഴിഞ്ഞ 15 വർഷം CPM ഉപേക്ഷിച്ച് CPMൽ നിന്ന് ആ അണികളെ ഒറ്റ വ്യക്തിയാണ് കൂടെ നിർത്തിയത്. മനസ്സിലാക്കേണ്ടതാണത്. അത് ചെറിയൊരു കാര്യമൊന്നുമില്ല. അവരുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മമതാ ബാനർജിയുടെ ആ ഒരു ഹിസ്റ്ററി അവിടെ കിടപ്പുണ്ട്. അത് നമ്മൾ നിഷേധിക്കുകയൊന്നും ചെയ്യുകയല്ല. ആ ഒരു കരിസ്മയാണ് മമതാ ബാനർജിയുടെ വ്യക്തിപരമായ ഒരു കരിസ്മയും അതുപോലെ പോരാട്ടവും. മാവോയിസ്റ്റുകളെ പോലും നിയന്ത്രിച്ചിരുന്നവര്. അതായത് മമത അധികാരത്തിൽ വരുമ്പോൾ പിന്നെ മാവോയിസ്റ്റുകളുടെ ആക്രമണം പോലും ഉണ്ടാകുന്നില്ല. മമതയ്ക്ക് നിയന്ത്രിക്കാൻ പറ്റിയവരെ. അതായത് CPMനെതിരെ മാവോയിസ്റ്റുകളെ ഉപയോഗിച്ചതിന് ശേഷം
പിന്നെ അവരെ കൺട്രോൾ ചെയ്യാനും കൂടി പറ്റി. പലപ്പോഴും ഈ ആയുധം ഉപയോഗിക്കുന്ന ആയുധത്തെ പിന്നെ കൺട്രോൾ ചെയ്യാൻ പല നേതാക്കൾക്കും പറ്റില്ല. അത് ഇന്ദിരാഗാന്ധിക്ക് രാജീവ് ഗാന്ധിക്ക് അടക്കം പറ്റിയത്. പക്ഷേ ഇവിടെ മമതയ്ക്ക് അതുകൂടെ പറ്റി. ആയുധത്തെ അവർ നിയന്ത്രിച്ചു. അല്ല, അവർ 15 വർഷം അവർ ബംഗാൾ ഭരിച്ചത് ചെറിയ രീതിയല്ല. അവസാനം ഈ ഫ്രാഞ്ചൈസി രാഷ്ട്രീയത്തിൽ പ്രാദേശികമായിട്ടുള്ള നേതാക്കന്മാർ വെച്ചാൽ ആ പ്രദേശത്തെ നമ്പർ 1 ഗുണ്ടകളാണ്. നമ്പർ 1 ഗുണ്ട തലവന്മാരായിരുന്നു. ആ തലവന്മാരെ വെച്ച് തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടി കുറേ ആൾ കൊണ്ടുപോകുക എന്നുള്ള ചെറിയ കാര്യമല്ല. അത്രയും കരിസ്മാറ്റിക് ആയിട്ട് നിന്നൊരു ലീഡറായിരുന്നു മമത ബാനർജി. ആ കരിസ്മ പോയി കഴിഞ്ഞിട്ട് ഇപ്പോൾ അതിൻ്റെ ഒരു പ്രേതരൂപം പോലൊരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ മമതാ ബാനർജി എത്തിയിരിക്കുന്നത്. മമതാ ബാനർജി ഇനി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങളോ അത്ഭുതങ്ങളോ ഒന്നും സംഭവിപ്പിക്കുമെന്നോ അല്ലെങ്കിൽ ബാനർജി അവരിലൂടെ സംഭവിക്കുമെന്നോ നമുക്ക് കരുതാനും പറ്റുന്നില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ ചാനൽ ഒരുപാട് പേർ കാണുന്നുണ്ട്. കാണുന്നവരോടെല്ലാം നമുക്ക് വലിയ സ്നേഹവുമുണ്ട്. അവരൊക്കെ നമ്മുടെ ചാനലിനെ കുറിച്ച് ഒരുപാട് പേരോട് പറയുന്നുമുണ്ട്. പക്ഷേ ഒരു കാര്യം, നമ്മൾ കാണുന്നവരുടെ എണ്ണം അനുസരിച്ച് ചാനലിൻ്റെ സബ്സ്ക്രിപ്ഷൻ കൂടുന്നില്ല. എന്താ കാര്യം എന്നറിയാമോ? നമ്മൾ കണ്ടിട്ട് അങ്ങ് പെട്ടെന്ന് തിരിച്ചു പോവുക. പക്ഷേ കണ്ടതിന് ശേഷം ഒരു നിമിഷം നിൽക്കുക. നമ്മുടെ ചാനലിൻ്റെ IND എന്ന് പറയുന്ന ലോഗോ ഇല്ലേ, അവിടെ ഒന്ന് വിരലമർത്തിയാൽ ചാനലിൻ്റെ ഫീഡ് തുറന്നു വരും. അവിടെ സബ്സ്ക്രൈബ് എന്നൊരു നീല നിറത്തിലുള്ള ബാറുണ്ട്. അവിടെ ജസ്റ്റ് ഒന്ന് തൊടുക. തൊട്ടടുത്തൊരു മണിയുടെ ചിത്രമുണ്ട്, ബെല്ലൈക്കൺ. അവിടെ ഒന്ന് തൊട്ടാൽ നിങ്ങൾക്ക് നമ്മുടെ എല്ലാ വീഡിയോകളും കാണാനുള്ള നോട്ടിഫിക്കേഷൻ കിട്ടും. മാത്രമല്ല ചാനലിൻ്റെ ഒരു സബ്സ്ക്രൈബറായി മാറുകയും ചെയ്യും. അത് ഞങ്ങൾക്ക് വലിയ സഹായമായിരിക്കും. ഉറപ്പായിട്ടും അത് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ചെയ്യണേ.